ചരിത്രത്തിലാദ്യമായി മുട്ടായി കൊടുക്കൽ ചടങ്ങ് ഒരു ക്രെയിനില് ക്യാമ്പസ് ഒക്കെ ഇട്ട് നമ്മള് സ്റ്റേജിലേക്ക് പോകാൻ പോകണില്ല. കൊടുക്കേണ്ട ആളൊക്കെ അപ്പുറത്ത് കാണാനില്ല, അത്രയും വലിയ മുട്ടായിയാണിത്. മസ്താനിയുടെ ഐറ്റം ഡാൻസ്. മണവാളൻ നമ്മുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുന്നത് ചങ്ങരംകുളത്തുള്ള FLG കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. നമ്മുടെ ഈ പരിപാടി കളറാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്പർ 1 ഇവന്റ് പ്ലാനർ ആയിട്ടുള്ള ഇവന്റ് ബീനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട, A to Z കാര്യങ്ങൾ അവരാണ്ട് നോക്കിക്കോളും. അപ്പൊ എങ്ങനെ നമുക്ക് ഇനി എൻഗേജ്മെന്റിന് ഒരുങ്ങല്ലേ? അപ്പൊ നമ്മള് എൻഗേജ്മെന്റിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡ്രസ്സ് പകുതി ഇട്ടോണ്ടിരിക്കുന്നതാ. എനിക്ക് ഒരു കൂട്ടിടാൻ അറിയില്ല എങ്ങനെയത്. സംഭവം ഒരു വെറൈറ്റി തീമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പടയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വെറൈറ്റി സാധനങ്ങൾ കയറാൻ പോകണുള്ളൂ. ഫുള്ള് ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഫൈനൽ ഔട്ട് നമുക്ക് കാണാൻ പറ്റും. കോട്ടിട്ട് വരുന്നത് എൻ്റെ ബ്രദറാണ് ഉനീസ് ഫ്രം ബാംഗ്ലൂർ. ഓക്കെ സെറ്റായില്ലേ? ഇതാ ഈ ടൈല് എന്താ അറിയോ, ഒരു 3 ഇവിടെ ഈ സാധനം കണ്ട ആ 3 സ്ഥലത്ത് ക്ലിപ്പ് ഉക്കിട്. ഇന്നലെ കാണിച്ചത് അതന്നെ സാധനം പോരരുതിട്ടാ, പോരരുതിട്ടാ. പൈതി വെക്കുമ്പോ വല അവിടെ കിടക്കണേ. ഓ ചൂടാണ്ടല്ലേ. ഓക്കെ സെറ്റ്. വാച്ച് വളരെ സിമ്പിള് വാച്ചക്ക്. ഇതാ സിമ്പിളാ. റംഗണ അവിടെ വെച്ച് ഇങ്ങനല്ലേ? അതന്നെ കറക്റ്റ്. ഓക്കെ വാച്ച് സെറ്റ്. ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഉണ്ട് ഇല്ലേ? അത് വേണം നിങ്ങൾ പറ. അയ്യോ പുതിയതാന്ന് അറിയിക്കത് പൊട്ടിച്ചേക്കാലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ ഡ്രസ്? അടിപൊളി. ഇടുവാ. ഉപ്പമ്മേ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. പൂവല്ലേ? അതല്ലേ ശരിയാ, പുതിയാപ്പിളി പുതിയതായിട്ടുണ്ട്. പൂവല്ലേ? ശരി. ഉണ്ണിനെ എടുത്ത് ഫോട്ടോ എടുക്കണം. ചിരിക്കണല്ലേ? അതെ ചിരിക്കാൻ പറയും. സംസാരിച്ചിരിക്കുക. മറന്ന് ഒന്നും തിരിയുന്നില്ല. അതാണ് സൂപ്പർമാനായിട്ട് കണ്ടില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രം മതി ഇതൊക്കെ. ഇതൊക്കെ സാധനം പടക്കാണ്. കണ്ടടാ എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. വളഞ്ഞത് തന്നെ പൂവല്ലേ? ഇതവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതാ എന്ത് ചെയ്ത് മെർമെയ്ഡ് ആയിട്ടൊക്കെ ഉണ്ടെന്ന് ഓരോരുത്തർ നിൽക്കണത്. ഇവിടെ വേറെ ഡ്രസ് ഇട്ടുണ്ടായിരുന്നു, മാറ്റിയിട്ട് പാകാവണില്ല ശ്രദ്ധിക്കുള്ളൂ. അതാണ് മസ്താനിന്റെ പോളിസി. എന്നാ വാ പോവാ നമുക്ക് വാ. അപ്പൊ ഞാൻ ഇനി മണ്ഡപത്തിൽ കയറാണ്. മണ്ഡപത്തിൽ എത്തിയിട്ട് കാണാം. ശരി. ഓക്കെ സുല.
അപ്പൊ നമ്മള് FLG കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി ആംബേഴ്സ് ഒക്കെ ഇട്ട് നമ്മള് സ്റ്റേജിലേക്ക് പോകാൻ പോകണില്ലേ. ഫാമിലി എല്ലാരും ഇവിടെ എത്തിയിട്ട് ഇതിന്റെ ഡിസ്കഷനിലാണ്. ഇനി ആ പറഞ്ഞ സർപ്രൈസ് ആണ് ഇതാ കാണാൻ പോകുന്നത്. കേരളത്തിൽ ഇന്നവരെ ആരും കാണാത്തൊരു സാധനമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. മുട്ടായി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ മുട്ടായി കൊടുക്കുന്നത് ക്രെയിനിലാണ്. നമ്മൾ മുട്ടായി കൊടുക്കുന്നത്. ഇതിന്റെ ഇപ്പുറത്ത് മുട്ടായി കൊടുക്കേണ്ട ആളൊക്കെ അപ്പുറത്ത് കാണാനില്ല. അത്രയും വലിയ മുട്ടായിയാണിത്. ഇപ്പുറത്ത് എന്നാലേ കൊടുക്കാൻ ആളെ കാണാനില്ല. അപ്പൊ ഞാൻ മുട്ടായി കൊടുക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കട്ടെ. ഇറക്കിക്കോ ഇറക്കിക്കോ. നിലത്തേക്ക് സേഫായിട്ട് നിലത്തേക്ക്. മുട്ടായി വേണോ? പടക്ക് മണാട്ടി മണാട്ടി. എല്ലാവർക്കും ഉണ്ട്. തിരക്കൂട്ടണ്ട. എന്റെ വാല് ഒന്ന് മാറിന്നോ? ഇത്തിരി മാറിക്ക. വാലൊക്കെ പിടിച്ചൊന്ന് മാറിന്നോ? അടി മാറിക്ക. മിഠായി എല്ലാരും ആഘോഷിക്കട്ടെ. എല്ലാവർക്കും ഇനി വേണോ ഒളിക്കേ? മിഠായി ഇന്നവരെ കേരളത്തിൽ ആരും കൊടുക്കാത്ത അത്രയും വലിപ്പുള്ളത്. ക്രെയിനില് അങ്ങനെ എത്ര ലക്ഷം? ഏകദേശം ഇതിന് 4 ലക്ഷം രൂപ അടുത്ത് നമുക്ക് കോസ്റ്റ് ഇതിന് വരുന്നുണ്ട്. ഏത് മുട്ടായിയുടെ. അപ്പൊ ഇനി നമുക്ക് വീണ്ടും സ്റ്റേജിന്റെ അടുത്ത് കേറാം. മിഠായി എടുത്തുന്നടാ. ഇന്നോട് തരുമെന്നാ എടുത്തടാ. ഷാജിയോ സന്തോഷായില്ലേ? അല്ല യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. And yes, here they are. Nalla Kaivathan തന്നെ അവരെ വീട്ടിൽ ക്ഷണിക്കാവുന്നതാണ്. Ladies and gentlemen, please join me in welcoming our handsome groom and our beautiful bride, Shakil Shah and Shahwat to stage. Nalla Kaivathan. വളരെയേറെ സന്തോഷം തോന്നുന്നു. അനക്കെന്താ തോന്നുന്നത്? കാലമായിട്ട് വെയിറ്റ് ചെയ്ത മൊമെന്റ് ആണ്. Yes, next let me welcome Mr. Shahwat with the fiancé Mr. Ajit to stage. Nalla Kaivathan അവരെ വീട്ടിൽ ക്ഷണിക്കാവുന്നതാണ്. എന്നാ കൈ
കണ്ടിട്ടുണ്ടോന്ന്? നീലക്കുയിലിനെ അറിയാത്ത ആരുള്ളതെന്ന്? തുടക്കമല്ലേ? പിന്നെ ലാസ്റ്റത്തിലെ പകുതി ആവുള്ളൂ. അതല്ലേ? ഒരു ഹാർട്ട് ഷേപ്പ് അങ്ങനെ അതല്ലേ? ഹാർട്ട് ഷേപ്പ് അതല്ലേ? ഹാപ്പി. അധികം വർത്തണ്ട തിരിച്ചു കാണിച്ചു കൊടുത്തണ്ട. രണ്ടാം കൂടി അതെ വെക്ക് നിന്നോ, ഇത് കൈ പിടിക്ക്. ഇവന്റൊക്കെ ഫുൾ പ്ലാനും ഒക്കെ എന്ത് ചെയ്ത് ഫുള്ള് ഓടിപ്പാടി നടന്നിരുന്നത് ഇതിന്റെ പിന്നെയുള്ള ഇവന്റ് ബി ടീമാണ് നമ്മൾ ഫുൾ കോർഡിനേഷനും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പരിപാടി ഉഷാറായതിന്റെ ഭംഗിയായതിന്റെ ഫുൾ ക്രെഡിറ്റ് ഫസ്റ്റ് ടീം ഇവന്റ് ബിക്കാണ്. അപ്പൊ വളരെ താങ്ക് യു ഇത്ര അടിപൊളിയാക്കി തന്നേല്. ഓക്കെ മസ്താനി കടാ കലാശ പരിപാടി കേട്ടപ്പോ ഫുള്ള് ഓണായി. അവിടെ എല്ലാരും കാത്തിരിക്കുന്നത് പോലെ മസ്താനിയുടെ ഐറ്റം ഡാൻസ്, ഒപ്പം പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള അപർണ അപ്പൂസിന്റെ തമിഴ്നാടിന്റെ അക്ക, കന്നടക്കാരുടെ അക്ക ആയിട്ടുള്ള അപർണ അപ്പൂസിന്റെ ഒപ്പം ഐറ്റം ഡാൻസ് ആണ് വരാൻ പോണത്. ഒപ്പം നമ്മുടെ പുതുമുഖമായിട്ടുള്ള ഇവിടെ മുല്ലല്ലേ മുല്ലയുടെ ഒക്കെ വേറെ വെറൈറ്റി ആയിട്ട് ഡാൻസ് ആണ്. ഞാൻ അതിനൊക്കെ ശേഷം നമ്മുടെ ബിഗ് ബോസിന്റെ സ്റ്റാർ ആയിട്ടുള്ള നോറയുടെ ഒരു ചവിട്ട് നാടകമോ എന്തോ പേരറിയില്ല, അവൾക്ക് തന്നെ എന്ത് കളിയാന്ന് അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. നോറ. അപ്പൊ ഇവരിപ്പോ കളിക്കാൻ പോണ ഡാൻസ് ഇവര് ഒരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടു പഠിച്ചതാണ് ഡാൻസ്. ഇത് കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, കണ്ടു പഠിച്ച ഡാൻസ് ആണ് അല്ലെ കളിക്കാൻ പോണത്. കൊറിയോഗ്രാഫി ഞാനാണ് കണ്ടു പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ട് കളിച്ച ഒരു ഡാൻസ് ആണല്ലേ കളിക്കാൻ പോണത്. അപ്പൊ അതിന് കുറെ പിഴവുകളുണ്ടാവും, തെറ്റുകുട്ടികളുണ്ടാവും. സംഗീതമല്ല
അപ്പൊ നമ്മുടെ എൻഗേജ്മെന്റ് നമ്മൾ പൊളിച്ചില്ലേ, കളറാക്കിയില്ലേ എന്ന് പറയുന്നത്, തിമിർത്തില്ലേ, അതാരങ്ങനെ ഒരു ഹോയിട്ട് മോണി പൊളിച്ചില്ലേ. ഇനി മണവാട്ടിക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചോട്ടോ? ഹാപ്പിയാണോ? എന്റെ അനിയത്തിയാണ്, അനിയത്തിക്ക് എന്താ പറയാനുള്ളത്? പൊളിച്ചില്ലേ. അപ്പൊ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാ അയ്യോ ഉപ്പ എന്താ പറയണ്ടേ, ഇതൊക്കെ കാണുമ്പോ ഒന്നുകൂടി കല്യാണം കഴിക്കാൻ തോന്നുന്നു. ഉമ്മ അവിടെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത്ര നേരം സഹകരിച്ച എല്ലാ ഓൺലൈൻ മീഡിയാസിനും നന്ദി അറിയിക്കുന്നു. ഞങ്ങളോട് ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, കുടുംബക്കാർക്ക് എല്ലാവർക്കും എന്റെ പേരിലും മണവാളം മീഡിയയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകം എന്താ വാവയുടെ പേര് പറയണം? വാവയുടെ പേര് പ്രത്യേകം എടുത്തു പറയാൻ പറയുന്നുണ്ട്. വാവക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യണ്. അപ്പൊ നമുക്ക് കേക്ക് നമുക്ക് എന്ത് ചെയ്ത് കട്ട് ചെയ്യാം. നമ്മുടെ സെക്ഷയുടെ വൈൻഡ് അപ്പ് ചെയ്യപ്പോ